അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എക്സസൈസ് തുടരുകയാണ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് കലിമത്തു കലിമത്തു മൗഇദുൻ മൗഹൂസത്തുൻ. മൗഇദുൻ എന്ന വാക്ക് അതെടുത്തിരിക്കുന്നത് മിൻ വഅദ യഇദു. വഅദ യഇദു എന്ന ഫീലിൽ നിന്നാണ് മൗഇദുൻ. നിശ്ചയിക്കുക, തീരുമാനിക്കുക, വാഗ്ദാനം ചെയ്യുക, മനസ്സിലായില്ലേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വഅദ യഈദു ലിദ്ദലാലത്തി, അത് സൂചിപ്പിക്കുന്നു അലാ സമാനിൽ വഅദി, സമയം തീരുമാനിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, കാലത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഔ മക്കാനിഹി, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇസ്മു സമാനും ഇസ്മു മക്കാനുമാണ്. അപ്പം മൗഇദ് എന്നത് നിശ്ചയിച്ച സമയമാകാം, നിശ്ചയിച്ച സ്ഥലമാകാം. തുസമ്മ, അതിന് പറയപ്പെടുന്നു ഇസ്മു സമാനിൻ, സമാനിൻ്റെ ഇസ്മു, സമയത്തിൻ്റെ ഇസ്മ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഇസ്മ. ഇതാ കാനത്ത് ലിദ്ദലാലത്തി അല സമാനി, അത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ. ഇസ്മു മക്കാനിൻ, ഇസ്മു മക്കാനിൽ നിന്നും പറയുന്നു ഇതാ കാനത്ത് ലിദ്ദലാലത്തി അലൽ മക്കാനി, അത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ. ഇസ്മ സമാനി വൽ മക്കാനി, ഇസ്മു സമാനും ഇസ്മു മക്കാനും ഇസ്മാനി, അത് രണ്ട് ഇസ്മുകളാണ്. മസൂഗാനി, അതിൻ്റെ രൂപം ലിദ്ദലാലത്തി, അത് സൂചിപ്പിക്കുന്നു അലാ സമാനിൽ ഫീലി, പ്രവർത്തിക്കുന്ന സമയം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാലം. ഔ മക്കാനിഹി, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന സ്ഥലം. വയുസാഗാനി മിനൽ ഫീലി അസുലാസി അൽ മുജർറിദി, അത് സുലാസി മുജറദ് ഫീലാണ്. നമുക്കറിയാം ഫീലുകൾ സുലാസി മുജറിദ് ഉണ്ട്, സുലാസി റുബായി ഉണ്ട്. സുലാസി മുജറിദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അക്ഷരങ്ങളുള്ള ഫീലുകൾ, ദറബ, സഹബ, അതാണ് സുലാസി മുജറദ്. ഫതഹ, സമിയ. അപ്പം അതിൻ്റെ വസൻ എന്താ? ഇസ്മു ഫീലിൻ്റെയും ഇസ്മു മക്കാൻ്റെയും വസൻ എന്താ? നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. അതൊന്നിക്കൽ മഫ്അലിൻ വസനിലായിരിക്കും, അല്ലെങ്കിൽ മഫ്ഇലിൻ വസനിലായിരിക്കും. മഫ്അലിൻ അല്ലെങ്കിൽ മഫ്ഇലിൻ. വയത്തിയാനി അല വസനി, അത് വസനിൽ വരുന്നു, അത് രണ്ടും ഈ വസനിൽ വരുന്നു, മഫ്അലിൻ വസനിൽ വരുന്നു. ഇസാ, എപ്പോൾ? കാനൽ ഫീലു നാക്കിസൻ, ഫീല് നാക്കിസാവുമ്പോൾ. നഹ്വ്, ഉദാഹരണം മജ്റൻ, അതേത് ഫീലിന? മിൻ ജറാ യജിരി. ജറാ യജിരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, ജറാ യജിരി. അപ്പോൾ മജ്റൂൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയം. അപ്പം മജ്റിൻ, മജ്റൻ മഫ്അലിൻ വസനാണ്. അപ്പം മജ്റൻ. ഔ കാനൽ മുലാരിയു മഫ്തൂഹൽ ഐനി ഔ മൽമൂമഹ, അല്ലെങ്കിൽ ഫീല് മുലാരി, അതിൻ്റെ ഐന് ഫതഹായിരിക്കാം അല്ലെങ്കിൽ ലമ്മത്തായിരിക്കാം. നഹ്വു, ഉദാഹരണങ്ങൾ നോക്കാം. മൽ അബുൻ, കളിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കളിക്കുന്ന സമയം. അതേത് ഫീലിന? ലൈബ, അവൻ കളിച്ചു. യൽ അബു, അവൻ കളിക്കുന്നു, കളിക്കും. അല്ലെങ്കിൽ മക്തബുൻ, അതേത് ഫീലിന? കതബ, അവൻ എഴുതി. യക്തുബു, അവൻ എഴുതുന്നു. വയത്തിയാനി അല വസ്നി മഫ്അലിൻ, ഇനി അത് മഫ്അലിൻ വസ്നിൽ വരുന്നു. അത് രണ്ടും ഇസ്മു മക്കാനും ഇസ്മു സമാനും മഫ്അലിൻ വസ്നിൽ വരുന്നു. ഇസാ, എപ്പോ? കാനൽ ഫീലു സഹീഹുൽ ആഖിരി മക്സൂറൽ ഐനി ഫിൽ മുലാരി, അത് മുലാരിയായ ഫീലിലാണ് വരിക. അതിൻ്റെ ഫീല് ശരിയായതാവുമ്പോൾ, അതിൻ്റെ അവസാനത്തിൽ കസ്റുൽ ഐനാവുമ്പോൾ, ഐന് കസ്റാവുമ്പോൾ. നഹു, ഉദാഹരണം മജ്ലിസുൻ, ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇരിക്കുന്ന സമയം. അതേത് ഫീലിന? ജലസ യജ്ലിസു, അവനിരുന്നു, അവനിരിക്കും, അവനിരിക്കുന്നു.
ഔ കാന മിസാലൻ അല്ലെങ്കിൽ മിസാല് സഹീഹൽ ആഖിരി അതിന്റെ അവസാനം ശരിയാണ്. നഹ്വ് ഉദാഹരണം മൗഖിഫുൻ നിർത്തുന്ന സ്ഥലം. മിൻ വഖഫ യഖിഫു വഖഫ യഖിഫു മൗഖിഫുൻ അല്ലെ, നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാ. മൗഖിഫു സയ്യാറാത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, നിർത്തുന്ന സ്ഥലം. വ മൗദിഉ മൗദി ഏത് ഫീൽന വലഅ യലഉ അവൻ വെച്ചു, അവൻ വെക്കുന്നു, വെക്കും. മൗദിയു വെക്കുന്ന സ്ഥലം. വഖദ് തൽഹഖു മഫ്ഇലൻ ഹാഉ തഅനീസ് കമാഫി. ഇനി ഹാഉ തഅനീസിൽ വന്നതുപോലെ മഫ്അലൻ യോജിച്ചു വരും. എങ്ങനെ? മദ്റസത്തുൻ, മഹ്കമത്തുൻ. മദ്റസത്തുൻ മദ്റസ സ്കൂള്, മഹ്കമത്തുൻ കോടതി, മക്തബത്തുൻ ഓഫീസ് അല്ലെങ്കിൽ ലൈബ്രറി, മൻസിലത്തുൻ താമസിക്കുന്ന സ്ഥലം. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.